14-ാം വയസ്സിൽ കോഴിക്കോട് കൂടരഞ്ഞിയിലെ മിഷൻ ആശുപത്രിക്ക് പിൻവശത്തെ തോട്ടിൽ ഒരാളെ വെള്ളത്തിലേക്ക് ചവിട്ടി വീഴ്ത്തി കൊന്നതായി കഴിഞ്ഞ മാസം 5-നാണ് മലപ്പുറം വേങ്ങര സ്റ്റേഷനിൽ ഹാജരായി മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. ഇത് സ്ഥിരീകരിച്ച തിരുവമ്പാടി പോലീസ് കൊല നടന്ന സ്ഥലവും രീതിയുമെല്ലാം കണ്ടെത്തിയെങ്കിലും മരിച്ചതാരെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അന്നത്തെ അതേ മൊഴിയിലാണ് രണ്ടാമതൊരു മരണത്തിൽ കൂടി പങ്കുണ്ടെന്ന് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. മുഹമ്മദ് അലിയുടെ മൊഴി ഇങ്ങനെ: 1986-ലെ കൂടരഞ്ഞി കൊലപാതകത്തിന് ശേഷം നാടുവിട്ട മുഹമ്മദ് അലി കോഴിക്കോട് നഗരത്തിലെത്തുന്നു. 1989-ൽ നഗരത്തിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യവേ മുഹമ്മദ് അലിയുടെ പണം ഒരാൾ കൈക്കലാക്കുന്നു. ഇയാൾ കോഴിക്കോട് വെള്ളയിൽ ബീച്ച് പരിസരത്തുണ്ട് എന്ന് മനസ്സിലാക്കി മുഹമ്മദ് അലി സുഹൃത്തായ കഞ്ചാവ് ബാബുവിനെയും കൂട്ടി ബീച്ചിലെത്തുന്നു. അവിടെ വെച്ചുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. പണം പങ്കിട്ടെടുത്ത് ബാബുവും മുഹമ്മദ് അലിയും പിരിയുന്നു. കൊല്ലപ്പെട്ടതാരെന്ന് അറിയില്ലെന്നും ബാബുവിനെ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല എന്നുമാണ് മുഹമ്മദ് അലി പോലീസിനോട് പറഞ്ഞത്. കമന്ന് ഒരു രീതിയിലായിരുന്നു കടന്നിരുന്നത്. വയലിൽ ചെറിയ വെള്ളവും ചെളിയൊക്കെ ഉള്ള ഈ ഡിസംബർ മാസം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ അവസ്മാരമുള്ള ഒരു ആളും കൂടി ആയതുകൊണ്ട് ചിലപ്പം പെട്ടെന്ന് അവസ്മാരം ഇളകി കമന്ന് കിടന്ന് ശ്വാസം മുട്ടി മരിച്ചതാകാം എന്നാണ് പൊതുവായിട്ടുള്ള ഒരു നിഗമനത്തിൽ അന്നെത്തിയത്. ഈ കാണാതായി കഴിഞ്ഞപ്പോൾ അയാളുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ വന്ന് അവരെ അന്വേഷിച്ചിരുന്നു. 1986-ൽ കൂടരഞ്ഞിയിലെ കൊലപാതകത്തിന് കാരണം ലൈംഗിക ചൂഷണത്തിന് ഇരയായതിന്റെ പ്രതികാരമാണെന്നാണ് മുഹമ്മദ് അലിയുടെ മൊഴി. യുവാവിന്റെ മൃതദേഹം കണ്ടെത്തുമ്പോൾ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ദൃക്സാക്ഷിയും നിലവിലെ പഞ്ചായത്ത് അംഗവുമായ ജോണി വാളിപ്ലാക്കൽ പറയുന്നു. 3-4 ദിവസത്തിന് ശേഷമാണ് കണ്ടെത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു മൽപ്പിടുത്തം നടന്നതിൻ്റെ ഒരു സാഹചര്യം നമുക്ക് അന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവിടെ പുല്ലൊക്കെ ഉണ്ട്. 4-5 ദിവസം കൊണ്ട് അതൊക്കെ അതിൻ്റെ അവസ്ഥയിൽ തന്നെ എത്തുമല്ലോ. ഇങ്ങനെ പുഴു പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥ മാത്രമേ കൊലപാതകം എന്ന് നമുക്ക് കണ്ടെത്താൻ ഒരു സാഹചര്യം ഒന്നും നമുക്കന്ന് അറിയില്ല. ആ ബോഡി തോമസ് ചേട്ടൻ വണ്ടിയിലേക്ക് എടുത്തിടുന്ന ഒരു രംഗമൊക്കെ അന്നത്തെ ചെറുപ്പത്തിൻ്റെ ഒരു ആവേശത്തിൽ ഞാൻ ഇന്ന് ഓർക്കുന്നു. ഞാൻ ഇടയ്ക്ക് ഇവിടെയൊക്കെ ആളുകളോട് പറയാറുണ്ട്. മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മരിച്ച ആളുകളെ തിരിച്ചറിയാനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം. തിരുവമ്പാടി CI പ്രജീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് 86-ലെ കൂടരഞ്ഞി കൊലപാതകം അന്വേഷിക്കുന്നത്. കണ്ണൂർ ഇരിട്ടി കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. 89-ലെ വെള്ളയിൽ കൊലപാതകം ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ TK അഷറഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് അന്വേഷിക്കുന്നത്. 2 നിന്ന് വിവാഹം കഴിക്കുകയും മതം മാറ്റം നടത്തുകയും പലയിടത്തായി പലവിധ ജോലികൾ ചെയ്യുകയും ചെയ്തയാളെന്ന നിലയിൽ ആന്റണി എന്ന മുഹമ്മദിന്റെ പശ്ചാത്തലം പോലീസിന് മുന്നിൽ ദുരൂഹമായി തുടരുകയാണ്. ദുരൂഹത പൂർണ്ണമായും മാറ്റാൻ മുഹമ്മദിന്റെ വെളിപ്പെടുത്തലുകളും വ്യക്തിപരമായ പശ്ചാത്തലവും കൂടുതൽ സൂക്ഷ്മമായി പോലീസ് അരിച്ചു പറക്കുന്നുണ്ട്. തിരുവമ്പാടി പോലീസും കോഴിക്കോട് സിറ്റി പോലീസും ശ്രമകരമായ അന്വേഷണമാണ് തുടരുന്നത്.